ഇനി നമുക്ക് ഗ്രീസിലേക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ പോകാനായിട്ട് നമുക്കൊരു ജോബ് ഓഫറോ ഒന്നും നമ്മളുടെ കയ്യിൽ വേണ്ട. അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. IELTS, TOEFL ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് വെറും 70 യൂറോ മാത്രമാണ് ഇതിൻ്റെ വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഒരു 6000 സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ. നമുക്കറിയാം ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്നത് ഒരു EU രാജ്യമാണ് എന്നുള്ളത്. പിന്നെ ഈ ഒരു വിസേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണ് കേട്ടോ. വെറും 2 months കൊണ്ട് തന്നെ നമുക്ക് വിസ കിട്ടുമെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു വിസയ്ക്ക് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ വെറും 2 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിസ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ ഒരു വിസയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ വൈഫ്, ഹസ്ബൻഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ചിൽഡ്രൻസ് ഇവരൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 1 year ആണ് ഈ ഒരു വിസ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെയും നമുക്കിത് റിന്യൂ ചെയ്യാനും പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്നത് തന്നെ ബ്യൂട്ടിഫുൾ ഐലാൻഡ്സ്, ബ്യൂട്ടിഫുൾ ബീച്ചസ്, പിന്നെ ടേസ്റ്റി കുസീൻസ് ഇതിനൊക്കെ പേര് കേട്ടൊരു രാജ്യമാണ്. അതുപോലെ തന്നെ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ് ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക്, ബാക്കിയുള്ള 27 ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്കൊരു വിസ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വേറെ അവിടേക്ക് എത്തിപ്പെടാൻ വേറൊരു വിസേൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഒരു ഷെങ്കൻ രാജ്യമാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ്, റിക്വയർമെൻറ്റ്സ്, ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത്തൻസ് ആണ് കേട്ടോ ഈ ഒരു ഗ്രീസിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ ഗ്രീക്കും പിന്നെ മോഡേൺ ഗ്രീക്കും ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ആൻഡ് യൂറോ ആണ് ഇവിടുത്തെ കറൻസി വരുന്നത്. അതുപോലെ തന്നെ അൽബേനിയ, മാക്ഡോണിയ, ബൾഗേറിയ, പിന്നെ തുർക്കി ഇതൊക്കെയാണ് ഗ്രീസിൻ്റെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീസ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ലൈക്ക് പ്ലാറ്റോ, അതുപോലെ തന്നെ പൈതഗോറസ്, പിന്നെ സോക്രട്ടസ് ആൻഡ് അരിസ്റ്റോട്ടിൽ. സോ അതുപോലെ തന്നെ ഒരു സണ്ണീസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്നത്. അവിടുത്തെ ലാൻഡ്സ്കേപ്പും വെതറും എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ ഗ്രീസിലത്തെ ഫൂട്ടേജസ് ആണ്. സോ ഇങ്ങനെയുള്ള ഈ ഒരു സുന്ദര രാജ്യത്തേക്ക് നമുക്കൊരു ജോബിനായിട്ട് നമുക്കിനി പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ഒരു വിസേൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കി നോക്കാം. സോ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു വിസ ആർക്കാണ് കിട്ടുക നോക്കി നോക്കാം. നോൺ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്. സോ നമ്മളിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഒരു നോൺ യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണിത്. ഈ ഒരു വിസേൻ്റെ പേര് എന്ന് പറയുന്നത് ഡിജിറ്റൽ നോമഡ് വിസ എന്നുള്ളതാണ് കേട്ടോ. ദ ഗ്രീക്ക് നൊമേഡിക് വിസ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 1693 വിസ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. വേറെയും ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ, UAE, കാനഡ, മാൾട്ട, അതുപോലെ തന്നെ പോർച്ചുഗൽ, സ്വീഡൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റൊമേനിയനെ കുറിച്ചിട്ട്. അതും ഡിജിറ്റൽ നോമഡ് വിസയാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ എന്നുള്ളത് പറഞ്ഞുതരാം. സോ ഈ ഒരു ഡിജിറ്റൽ നോമഡ് എന്ന് പറയുന്നത് ആരാണെന്ന് ആദ്യം അറിയണം. എ ഡിജിറ്റൽ നോമഡ് ഹു വർക്ക്സ് ഫോർ റിമോട്ട്ലി യൂസിങ് ടെക്നോളജി ലൈക്ക് വിത്ത് മൊബൈൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അലോയിങ് ദം ടു ട്രാവൽ ആൻഡ് ലിവ് വെർ എവർ ദേ വാണ്ട്. മീൻസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈനായിട്ടൊക്കെ വർക്ക് ചെയ്യണവരുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണ്, ഒരു ഇൻ്റർനെറ്റ് ഇതൊക്കെ വെച്ച് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് റിമോട്ട്ലി ഫോർ എ കമ്പനി. ഇപ്പോൾ നമ്മളൊരു കമ്പനിക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, ബ്ലോഗേഴ്സ് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ട്രാവൽ ബ്ലോഗേഴ്സ്, പിന്നെ ഫ്രീലാൻസ് റൈറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഡെവലപ്പേഴ്സ്. ഇവർക്കൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ അലോ ചെയ്യണത്. ഒന്നുമില്ല, ഇപ്പോൾ ഫ്രീലാൻസിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരുപാട് മേഖലയിലുണ്ട്. ഈ ഒരു ഫ്രീലാൻസിങ് പറഞ്ഞാൽ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ഇതേപോലെ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരൊക്കെ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് എലിജിബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഒരു ഡിജിറ്റൽ നോമഡ് വിസയുടെ ഈ ഒരു ഗ്രീസ് ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഒരു 3 റിക്വയർമെൻറ്റ്സ് ആണ് ഇവർ പറയുന്നത്. ആദ്യത്തെ പറയുന്നത് ഒരു നോൺ യൂറോപ്യൻ സിറ്റിസൺ ആവണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പറയുന്നത് യു മസ്റ്റ് പ്രൂവ് ദാറ്റ് യു ആർ എ ഡിജിറ്റൽ നോമഡ്. മീൻസ് നമ്മളിപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ജോബ് ചെയ്യണ ഒരാളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് എന്തെങ്കിലും അതിൻ്റെ പ്രൂഫ് വേണ്ടി വരും.
പിന്നെ ഇഫ് വർക്കിംഗ് ഫോർ എ കമ്പനി റിമോട്ട്ലി ദെൻ യു മസ്റ്റ് പ്രൊവൈഡ് എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, നമ്മളങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് കാണിക്കേണ്ടി വരും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് പോണ ഒരാൾക്ക് ആദ്യത്തെ 6 മാസം നമ്മളിപ്പോൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതിന് ശേഷമുള്ള ഒരു 6 മാസം നെക്സ്റ്റ് 6 മന്ത്സ് ആണെന്നുണ്ടെങ്കിലും ഒരു 50% നമ്മൾ കൊടുത്താൽ മതി. സാധാരണ പോണ ഒരാളെ പോലെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ഒരു 50% ടാക്സ് റിഡക്ഷൻ നമുക്ക് എന്തായാലും കിട്ടും. അതുമാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ട്. അത് എത്രയും നോക്കി നോക്കാം. ഇവർ പറയുന്നുണ്ട് 1 year ആണ് ഇതിൻ്റെ വാലിഡിറ്റി പറയുന്നത്. ബട്ട് നമുക്ക് ഈ ഒരു വിസ റിന്യൂ ചെയ്യാനും പറ്റും. ഇപ്പോൾ 1 year കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഈ ഒരു വിസ റിന്യൂ ചെയ്തിട്ട് 1 year കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിസ കോസ്റ്റ് നോക്കി നോക്കാം. വിസ കോസ്റ്റ് ഇവർ പറയുന്നത് 70 euro ആണ് കേട്ടോ അപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. ഈ ഒരു 70 euro എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 6222 രൂപയെ വരുന്നുള്ളൂ. സോ ഇത്രയും ചുരുങ്ങിയൊരു എമൗണ്ട് കൊണ്ട് ഈ ഒരു 6000 സംതിങ് ഇതിൻ്റെ വിസ കോസ്റ്റ് വരുന്നുള്ളൂ. ഇതിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. സോ ആക്ച്വലി ഇതൊക്കെ ഒരു വിസ കോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞൊരു പ്രൈസാണ് വരുന്നത്. സോ ഈ ഒരു വിസ കോസ്റ്റിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീസ് കൂടി പറയുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരു 150 euro ആണ് വരുന്നത്. ഈ ഒരു 150 euro എന്ന് പറയുകയാണെങ്കിൽ ഒരു 13,334 രൂപയെ വരുന്നുള്ളൂ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ വിസ കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡീറ്റെയിൽസ് നോക്കി നോക്കാം. പിന്നെ പറയുന്നത് പ്രോസസ്സിംഗ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 months ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ പ്രോസസ്സിംഗ് ടൈം ആയിട്ട് പറയുന്നത്. ഇത്രയും കമ്മിയായിട്ട് വേറൊരു വിസയിലും വരുന്നില്ല. ബട്ട് എന്നാലും ഇവർ പറയുന്നുണ്ട് ദ പ്രോസസ്സിംഗ് ടൈം ഈസ് ഡിഫറെൻറ്റ് ടു ഈച്ച് കൺട്രി ഡിപ്പെൻഡിങ് ഓൺ ദ വിസ ഓഫീസർ. അതുപോലെ തന്നെ റഷ് ഹവേഴ്സ് ആൻഡ് പീക്ക് ലോഡ്. അതുപോലെ തന്നെ ഓരോ കൺട്രീസിനും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയ്ക്ക് ഡിഫറൻസ് ഒന്നും വരില്ല, സ്ലൈറ്റ്ലി ആയിട്ട് ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടാവും. സോ ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ സ്പൗസ്, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ ചിൽഡ്രനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്ന് നോക്കി നോക്കാം. നമ്മൾ ഏതൊരു രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെയും കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു വിസയിലും ഉണ്ട്. ഏതൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു ഡോക്യുമെൻ്റ് പറയുന്നത് എ വാലിഡ് പാസ്പോർട്ട് ഈസ് റിക്വയർഡ്. ഒരു പാസ്പോർട്ട് വേണം, അത് വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം ഫോർ നോമഡ് വിസ, ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ പറയുന്നത് എ കവർ ലെറ്റർ ഡിസ്ക്രൈബിങ് ദ പർപ്പസ് ഓഫ് യുവർ ട്രാവൽ. നമ്മളിപ്പോൾ അവിടെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ജോബൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അടങ്ങിയ ഒരു കവർ ലെറ്റർ നമ്മൾ എന്തായാലും സംഘടിപ്പിക്കണം. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ റിമോട്ട് വർക്കർ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ജോബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഒരു റിമോട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കേണ്ടി വരും. പ്രൂഫ് ഓഫ് ഇൻകം, നമ്മളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ജോബിൻ്റെ, നമുക്ക് ആൾറെഡി ഉള്ള ജോബിൻ്റെ എന്തെങ്കിലും ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി. പിന്നെ പറയുന്നത് എ ക്ലീൻ ക്രിമിനൽ റെക്കോർഡ്. അതായത് നമുക്കൊരു PCC വേണ്ടി വരും. നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ക്രിമിനൽ കേസ് ഒന്നും ഉണ്ടാവുന്ന ഒരാളായിരിക്കരുത് ഈ ഒരു അപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിസ റിജക്റ്റ് ആവും. സോ അതില്ലാന്ന് തെളിയിക്കണ ഒരു PCC എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇൻ ഗ്രീസ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ ഗ്രീസിലേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ താമസത്തിൻ്റെയും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കേണ്ടി വരും. അവിടുത്തെ അക്കോമഡേഷൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ്, അതായത് ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ റെൻ്റൽ അഗ്രിമെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും, അതിൻ്റെ പ്രൂഫ് കാണിക്കണം. പിന്നെ പറയുന്നത് എ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഇതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യത്തെ കാര്യം പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് യു മീറ്റ് ദ ഇൻകം റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ ആൾ ദ ഡോക്യുമെൻറ്റ്സ്. എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻകം റിക്വയർമെൻറ്റ് ഒരു പറഞ്ഞിട്ടുണ്ട്. 3500 euro മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരാളായിരിക്കണം നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആ ജോബിൽ അത്രയെങ്കിലും ഒരു ഇൻകം കിട്ടുന്ന ഒരാളായിരിക്കണം.
പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ ഈ ഒരു ഹോം കൺട്രിയിലുള്ള ഒരു ഗ്രീക്ക് കൺസുലേറ്റ് വഴി ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യണം. ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റിന് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ആൾ ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് വിസ സർവീസസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ അബവ് ലിങ്ക്. ഓക്കെ, ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു കോൺടാക്ട് ദ ഗ്രീക്ക് എംബസി ഇൻ യുവർ കൺട്രി ഫോർ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. നമ്മളുടെ ആ ഒരു ഹോം കൺട്രിയിലുള്ള ഗ്രീക്ക് എംബസി, ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് എംബസികളൊക്കെ ഡൽഹിയിലാണ് ഉണ്ടാവില്ല, അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ പറയുന്നത് സബ്മിറ്റ് യുവർ ഡിജിറ്റൽ നോമഡ് വിസ ആപ്ലിക്കേഷൻ അറ്റൻഡ് ആൻഡ് ഇൻ്റർവ്യൂ. നമ്മൾ നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് വരും. ആ ഒരു ഇൻ്റർവ്യൂ ഡേറ്റിന് പോയിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഫോർ ദ റെസ്പോൺസ്. ജസ്റ്റ് നമ്മൾ അവരുടെ റെസ്പോൺസ് കിട്ടാനൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസ കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ആൻഡ് അങ്ങനെ നിങ്ങൾ ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തിയ ശേഷം ഒരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. ഈ ഒരു ഗ്രീസിക്ക് എത്തിപ്പെട്ട ശേഷം ഒരു റെസിഡൻസ് പെർമിറ്റ്, അതായത് ആലിയൻസ് ആൻഡ് ഇമിഗ്രേഷനിൽ പോയിട്ട് നമ്മളൊരു റെസിഡൻസ് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് ഇവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റെസിഡൻസ് പെർമിറ്റിന് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇതിനാവശ്യമുള്ള ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ അതൊക്കെ നോക്കുക, ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ആൻഡ് ഗ്രീസിക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ഇതൊരു സുവർണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. And finally, it's Misha. This is Wayfarer Insights, and this channel won't disappoint you. And thanks for watching.